ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ നമ്മുടെ ജോണി സ്റ്റോമിനെ നമ്മുടെ ക്രിസ് എവൻസിൻ്റെ ജോണി സ്റ്റോമിനെ കാസാൻഡ്ര നോവ പഴം ഇരിക്കുന്ന പോലെ ഉരിച്ചു കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ ഇനി വരാൻ പോകുന്ന പടങ്ങളിൽ ഓഫ്കോഴ്സ് ഇതിലും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ ഡൂമാണ് വില്ലനായിട്ട് വരാൻ പോകുന്നത്. സോ ഈ ഡോക്ടർ ഡൂം ഇതേപോലെ നമ്മുടെ ജോണി സ്റ്റോമിന് കൊടുത്തിട്ടുള്ള ഒരു പണിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ഇത് നടക്കുന്നത് സീക്രട്ട് വാർ സ്റ്റോറി ലൈനിലാണ്. ഓൾറെഡി ഈ മൊത്തം സ്റ്റോറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ട് ലിങ്കും കൊടുത്തേക്കാം. ഇതിന് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ മൊത്തം വേൾഡും നശിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡോക്ടർ ഡൂം മൊത്തം വേൾഡ് ഇൻക്വേഷൻസ് കാരണം നശിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഡോക്ടർ ഡൂം ബിയോണ്ടേഴ്സിനെ കൊന്ന് അവരുടെ പവേഴ്സ് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആ പുതിയ പവേഴ്സ് കാരണം പുള്ളി ഒരു ഗോഡ് ലെവൽ ബീയിങ്ങായി മാറാണ്. അങ്ങനെ ഈ നശിച്ച എല്ലാ യൂണിവേഴ്സുകളിൽ നിന്നും കുറച്ച് യൂണിവേഴ്സുകളുടെ ഭാഗം ചേർത്ത് വെച്ചിട്ട് പുതിയൊരു യൂണിവേഴ്സ് പുതിയൊരു എർത്ത് പോലെ ബാറ്റിൽ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ആ എർത്തിൻ്റെ ഗോഡായിട്ട് തന്നെ നമ്മുടെ ഡൂം മാറാണ് ദ ഗോഡ് എംപറർ ഡൂം. അങ്ങനെ ആ വേൾഡ് നമ്മുടെ ഡൂം പുള്ളിക്ക് ഇഷ്ടമുള്ള പോലെ ആയിരിക്കും ഷേപ്പ് ചെയ്തിട്ടുണ്ടാവുക. അതായത് നമ്മുടെ തോറിൻ്റെ ഒരു ആർമീനെ തന്നെ പുള്ളിയുടെ കീഴിൽ വെച്ചിട്ടുണ്ടാവും, പുള്ളിനെ ആരാധിക്കുന്ന പോലെ. പിന്നെ നമ്മുടെ സോർസർ സുപ്രീമൊക്കെ പുള്ളിയുടെ അധീനതയിലിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മുടെ റീഡ് റിച്ചർഡ്സിൻ്റെ വൈഫായിട്ടുള്ള സൂ സ്റ്റോമിനൊക്കെ ബ്രെയിൻ വാഷൊക്കെ ചെയ്തിട്ട് പുള്ളിയുടെ വൈഫ്, അതായത് നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ വൈഫാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പുള്ളി നമ്മുടെ ജോണി സ്റ്റോമിന് കൊടുത്തിട്ടുള്ളൊരു പണിയാണ്. ഈ ജോണി സ്റ്റോം നമ്മുടെ ഡോക്ടർ ഡൂമിനെ എതിർത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ജോണി സ്റ്റോം ഓൾറെഡി ഫയർ പവറാണ്. അതുകൊണ്ട് തന്നെ ആ ബാറ്റിൽ വേൾഡിൻ്റെ സണ്ണാക്കിയിട്ട് സൂര്യനാക്കിയിട്ട് ജോണി സ്റ്റോമിനെ തന്നെ മാറ്റുകയാണ്. അതായത് ആ വേൾഡിൻ്റെ സൂര്യന് പവർ കൊടുക്കുന്നത് തന്നെ ജോണി സ്റ്റോമാണ്. അതങ്ങനെ വർഷങ്ങളോളം നമ്മുടെ ജോണി സ്റ്റോമിനെ ടോർച്ചർ ചെയ്യുന്നതാണ് പുള്ളിയുടെ പണി തന്നെ. സോ അത്രയ്ക്കൊരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ ഡോക്ടർ ഡൂം. ഇനിയും ചിലപ്പോൾ ഈ ഡോക്ടർ ഡൂമും ജോണി സ്റ്റോമും ഫേസ് ടു ഫേസ് വരുമോയെന്ന് അറിയില്ല. ചിലപ്പോൾ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ ഡൂമായിട്ട് RDJ വരാൻ പോവാണ്, ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ പടവും വരാൻ പോവാണ്. ചിലപ്പോൾ എന്തായാലും വരുമായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ റീഡ് റിച്ചർഡ്സ് എവിടെയെന്ന്. ആക്ച്വലി ഈ യൂണിവേഴ്സെല്ലാം നശിക്കുന്നതിന് മുമ്പ് ഒരു റാഫ്റ്റ് പോലെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ കുറച്ച് ഹീറോസ് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതിൽ നമ്മുടെ റീഡ് റിച്ചർഡ്സും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ അവർ തിരിച്ചു വന്നിട്ടാണ് ഈ വേൾഡിനെ പഴയതുപോലെയൊക്കെ ഒന്ന് തിരിച്ചു മാറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള മൾട്ടിവേഴ്സ് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. അത് മൊത്തം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ സ്റ്റോറി മൊത്തം കാണണം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കോമിക്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന്. ഇതൊന്നും മാത്രമല്ല, ആക്ച്വലി ഈ ഡൂം ജസ്റ്റ് ഒരൊറ്റ കുത്തിനാണ് നമ്മുടെ താനോസിനെ കൊല്ലുന്നത്. അതായത് ഈ ഹീറോസിൻ്റെ കൂടെ തന്നെ നമ്മുടെ വില്ലൻ ടീമായിട്ടുള്ള താനോസും ഹീറോസിൻ്റെ കൂടെ ചേർന്ന് ഡോക്ടർ ഡൂമിനെ എതിർത്ത് വരും. അങ്ങനെ നമ്മുടെ ഡോക്ടർ ഡൂമിനെ താനോസ് ജസ്റ്റ് ഒന്ന് പരിഹസിക്കും. അങ്ങനെ ഇഷ്ടപ്പെടാത്ത നമ്മുടെ ഡൂം ഒരൊറ്റ കുത്തിരിക്കും നമ്മുടെ താനോസിൻ്റെ നെഞ്ചത്ത്. പിന്നെ താനോസിൻ്റെ അസ്ഥി കൂടെ മാത്രമേ കാണത്തുള്ളൂ. സോ ഇത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ളൊരു വില്ലനാണ്. എന്തായാലും അവർ വേസ്റ്റ് ചെയ്യില്ലെന്ന് വിചാരിക്കുന്നു. കാരണം ഗോർ ദ ഗോഡ് ബുച്ചറപ്പോൾ നമ്മുടെ തോറിനെയൊക്കെ ടോർച്ചർ ചെയ്ത് ഇല്ലാണ്ടാക്കിയിട്ടുള്ള വില്ലനാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു വില്ലനെ അത്രയ്ക്കൊരു വേസ്റ്റാക്കി കളഞ്ഞു ലവ് ആൻഡ് തണ്ടറിൽ. സോ എന്തായാലും ഇവിടെ അതൊക്കെ സംഭവിക്കില്ല എന്ന് തോന്നുന്നു. കാരണം RDJനാണ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. സോ എന്തെങ്കിലും ഉണ്ടാവും പടത്തിൽ. സോ എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റാവുന്നവരോ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം.